ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഫോർ പവർ, കാത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ധ്യാനിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. 12 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ്. ഈ അധ്യായത്തെ ഇവിടെ ഈ സഭയോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പരിചയമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ സഭയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തല പ്രവൃത്തികൾ ഒരു സ്റ്റഡി ആയിട്ട് എടുത്തതാണ്. എന്നാൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഇടയിൽ പുതിയ ആത്മാക്കൾ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 1-ാം അധ്യായം ഞാൻ ഒരു സമ്മറി അതിൻ്റേത് പറയാം, എന്നിട്ട് 12 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ 28 അധ്യായങ്ങൾ അടങ്ങിയ ഈ ചരിത്ര പുസ്തകത്തിൻ്റെ ഇൻട്രഡക്ഷനാണ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ. അപ്പൊ ഇതിൻ്റെ ഒരു വിഭജനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദത്തം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ് വിഷയം. 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ടെക്സ്റ്റ്. ടാരിയിങ് ഫോർ പവർ, ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിവരണമാണ് ഇതിൻ്റെ എഴുത്തുകാരൻ രേഖപ്പെടുത്തുന്നത്. 120 പേരോളം ആളുകൾ മാളിക മുറിയിൽ പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവവചന ധ്യാനത്തിലും പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടിയും ആത്മസ്നാനത്തിലൂടെ അവരെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ ആവശ്യമാകുന്ന ആത്മീക ശക്തിക്ക് വേണ്ടി അവര് കാത്തിരിക്കുകയാണ്. 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വാഗ്ദത്തത്തിന്റെ നിവൃത്തി നാം കാണുന്നത്. ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രോമിസ്. അപ്പൊ ഇതാണ് ഈ മുഖവരയുടെ ഒരു വിഭജനം. ഇത് ഇത്രയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ പലരും നോട്ട് കുറിക്കുന്നവരാണ്, നിങ്ങൾക്ക് പിന്നീട് അത് ശ്രദ്ധിക്കാൻ കഴിയും. ഇതാണ് വാസ്തവത്തിൽ ലൂക്കോസ് ഇത്രയും വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 12 മുതൽ 26 വരെ 1-ാം അധ്യായത്തിൽ വാക്യങ്ങളിലാണ് ഇന്ന് പകൽ നാം അല്പമായിട്ട് സമയം ചിലവഴിപ്പാൻ താല്പര്യപ്പെടുന്നത്. 12-ാം വാക്യം, അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ സ്വർഗാരോഹണം ദർശിച്ച ശേഷം ഈ അപ്പോസ്തലന്മാർ യെരുശലേമിലേക്ക് അവര് മടങ്ങി വരികയാണ്. കർത്താവ് കൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവര് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാനായി കടന്നു വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ശ്രദ്ധ അല്പം ഒന്ന് കേന്ദ്രീകരിക്കണം. വേറെ ഒരു കാര്യത്തിനും അവർ പോകാതെ ഈ വാഗ്ദത്തം കേട്ടത് അനുഗ്രഹമാണ്, പ്രൈസ് ദി ലോർഡ് എന്ന മട്ടിൽ നിൽക്കാതെ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി അവർ കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് നമ്മൾ ചരിത്ര പുസ്തകത്തിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാർക്ക്, കർത്താവിന്റെ ശിഷ്യന്മാർക്ക്, അപ്പോസ്തലന്മാർക്കുണ്ടായ അനുഭവം നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഇതാണ് നമുക്ക് NLAGക്ക് ആവശ്യമായത്. എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാം. ഭാരതത്തിലെ സഭയ്ക്ക് ആവശ്യം ഹോളി സ്പിരിറ്റ് പവറാണ്. ഹോളി സ്പിരിറ്റ് പവറിനെ പണം കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നോക്കിയാൽ യേശുവിൻ്റെ സാക്ഷിയാകാൻ കഴിയില്ല. പണം കൊണ്ടോ ഉന്നത വിദ്യാഭ്യാസം കൊണ്ടോ വലിയ വലിയ കാര്യപരിപാടി കൊണ്ടോ മാനുഷിക സ്ട്രാറ്റജികൾ കൊണ്ടോ
We cannot replace the power of the Holy Spirit. ഭാരതത്തിലെ സഭയ്ക്ക് ഇതാണ് ആവശ്യം. ന്യൂ ലൈഫ് ഏജിക്ക് ഇതാണ് ആവശ്യം. അവർക്ക് വേണേൽ ആക്ട് ചെയ്യാമായിരുന്നു, പക്ഷെ അവർ ആക്ട് ചെയ്തില്ല. ഞങ്ങൾ വാഗ്ദത്തമുള്ളവരാണെന്നും പറഞ്ഞ് അവർ നിഗളിച്ചില്ല. They humble themselves and return to Jerusalem in obedience. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് അവർ തയ്യാറായി. ഇതൊരു വളരെ ശക്തമായ ഒരു തത്വമാണ്. ആ അനുസരണത്തെയാണ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് റിവാർഡ് ചെയ്യുന്നത്. നമ്മളും കാത്തിരുന്നാൽ, നമ്മളും ആത്മശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ, നമ്മളെയും ആത്മാവിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ ബിസി സ്കെഡ്യൂളുകൾ കട്ട് ചെയ്തിട്ട് we need to return to the upper room experience, to tarrying. ഇവർക്ക് എന്തിനാണ് ശക്തി? യേശുവിന്റെ സാക്ഷിയാകാനാണ്. നിങ്ങൾക്കറിയാമോ, ഇവർക്ക് വചനത്തിൽ അല്പം വെളിപ്പാടുള്ളവരാണ്. അല്പമെന്ന് ഞാൻ ഉപയോഗിച്ചതും തെറ്റായിരിക്കും, വചന വെളിപ്പാടുള്ളവരാണ്. പിന്നീട് അവസരമുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം കാണിക്കാം. കാരണം ഇവരുടെ ബുദ്ധിയെ കർത്താവ് തുറന്നതാണ്. തിരുവെഴുത്തുകൾ ഇവർക്കറിയാം. നമ്മളിപ്പോ 12-ാം വാക്യത്തിലാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ പീറ്റർ തന്നെ വചനത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ജൂഡസ് പോയ സ്ഥാനത്തേക്ക് ഒരാളിനെ എടുക്കണം. They know the scriptures. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവർ ആരാധിക്കുന്നുണ്ട്. What more do you want? അത് പോരാ യേശുവിന്റെ വിറ്റ്നസ് ആകാൻ. യെരുശലേമിലെ പ്രതികൂല സാഹചര്യത്തിൽ, ഇന്ന് ഭാരതത്തിൽ ഉയർന്നു വരുന്ന പ്രതികൂലത്തിൽ യേശുവിന്റെ സാക്ഷിയാകാൻ we need the power of the Holy Spirit. അവര് വളരെ താഴ്മയോടെ, സബ്മിസീവായി അവർ യെരുശലേമിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് നമ്മൾക്ക് ഈ വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവരുടെ ആ സഹിഷ്ണുതയും അനുസരണത്തെയും കർത്താവ് മാനിച്ചു. അവർ വന്നില്ലായിരുന്നെങ്കിലോ, അതിനെക്കുറിച്ച് ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, ചിന്തയ്ക്ക് വിടുക. പക്ഷെ നമ്മുടെ കാര്യത്തിൽ എനിക്ക് പറയാം, നാം ദൈവം മുൻപാകെ കുറവുകൾ ഏറ്റു പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഇരുന്നില്ല എങ്കിൽ പൊത്തുവരുത്ത അനുഭവം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു ചിന്തയുടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുകയാണ്. നമ്മുടെ ഈ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കും ഇത് അനുഗ്രഹമാകട്ടെ. ഇന്നും കാത്തിരിപ്പ് യോഗങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. ഇവര് ഏകദേശം 10 ദിവസത്തോളം കാത്തിരുന്നപ്പോൾ ഇവർ ഏതോ കാര്യം മാനുഫാക്ചർ ചെയ്യാൻ ശ്രമിച്ചില്ല. ഇവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. അവർക്കറിയത്തില്ല ആത്മാവ് വരുമ്പോൾ എങ്ങനെയാണ് തമ്പറടിക്കണോ, ചിഞ്ചിലെടുത്ത് ആഞ്ഞു കൊട്ടണമോ. They just don't know. അതോ എല്ലാവരുടെ മേലും കരം വെച്ച് എല്ലാവരും ഉത്സാഹിപ്പിക്കണോ. They don't know. അവരോട് പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കുക. മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കാനുള്ള തത്രപ്പാട് പലരും പലയിടത്തും ഞാൻ കാണുന്നു. ആത്മാവ് വരുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് സംഭവിക്കും. പക്ഷെ മാനിഫെസ്റ്റേഷൻ തന്നേച്ച് പോകാനല്ല ആത്മാവ് വന്നത്. ആത്മാവ് കാത്തിരിക്കുന്നവരുടെ മേൽ വരുന്നത് സാക്ഷിയാകാനുള്ള ശക്തി തരാൻ വേണ്ടിയാണ്. ഞാൻ പല വീഡിയോകൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അമേരിക്കയിലും യൂറോപ്പിലും നടക്കുന്ന ചില യോഗങ്ങൾ ചിലർക്ക് ഭയങ്കര ഇംപ്രസീവായി. അവിടെ നടക്കുന്ന ചില കാഴ്ചകൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്ന് അവർ വിചാരിക്കുന്ന കാഴ്ചകൾ അവരുടെ യോഗങ്ങളിൽ നടത്താനുള്ള ഒരു തത്രപ്പാട് കാണുന്നു. അതിലെനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. ആത്മാവിനെ പ്രാപിക്കാൻ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 എണ്ണും. 4 എണ്ണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 1, 2, 3, 4. Take it, receive it. So the Holy Spirit is going to obey you. ഇതെന്താണ് ഇത്? റണ്ണിങ് റേസോ? അതെങ്ങനെയാണ് കിട്ടിയത്? അതൊരു സായിപ്പ് ചെയ്തതാണ്.
ഇതല്ല നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? വി ആർ കോംപ്രമൈസിങ്. അവർ ഉത്സാഹികളാണ്, അവരാഗ്രഹിക്കുന്നു. അത്രയും കാര്യം നല്ലതാണ്, എനിക്ക് ആത്മാവിനെ വേണം, അതിനുവേണ്ടി ഞാൻ വാഞ്ചിക്കുന്നു, ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഇതിന് യാതൊരു നിലയിലും ഒരു കൃത്രിമമായ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വാക്ക് പറഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. സ്വർഗാരോഹണം ചെയ്ത് അവിടെ നിന്നും ജീവിക്കുന്നു. ആ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്ക് കൃത്രിമം വേണ്ട. എന്തിനാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്? കൃത്രിമത്തിലാണെങ്കിൽ സാക്ഷിയാകാൻ നമുക്ക് പവർ കിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ആഞ്ഞ് കൈയടിച്ചെന്ന് വരാം, ആളുകൾ കരഞ്ഞെന്ന് വരാം, പലയിടങ്ങളിൽ ആളുകൾ വീഴുന്നു. എനിക്കിതിനൊന്നും എതിർപ്പുള്ള ആളല്ല. I believe in all the manifestations, real manifestations, not duplicate. പക്ഷെ ആത്മാവ് വന്നത് അതിനല്ല. ആത്മാവ് വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ച്, ഉച്ചത്തിൽ പാട്ടുപാടി. ആത്മാവ് വന്നത് ആ ഉച്ചത്തിൽ ഒന്ന് പാടിക്കാൻ വേണ്ടി മാത്രമല്ല, to do a job. അതെന്താണ്? യേശുവിന്റെ സാക്ഷിയാകാൻ. അതാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യു ഹാവ് ദ പവർ. എതിർപ്പുകളുടെ നടുവിൽ യേശു മാത്രം കർത്താവ്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എതിരാളികൾ പിടിക്കാൻ വരുമ്പോൾ, കള്ളക്കേസ് ഉണ്ടാക്കി പിടിക്കാൻ വരുമ്പോൾ, കുരുക്കാൻ വരുമ്പോൾ, ടു സ്പീക്ക് ഔട്ട് that needs power. അതിന്റെ കൂടെയാണ് മിറക്കിൾസ് നടക്കുന്നത്. അല്ലാതെ മിറക്കിൾസ് അതിൽ തന്നെ വിടുതലല്ല. ദൈവപ്രവൃത്തി നടക്കുമ്പോൾ, മിറക്കിൾസ് നടക്കുമ്പോൾ, വിറ്റ്നസ്സായി യേശുവിനെ കുറിച്ച് പറയുന്നത് സ്വീകരിക്കാൻ വിശ്വാസികളല്ലാത്ത അവിശ്വാസികളുടെ ഹൃദയം തുറക്കപ്പെടും. അപ്പൊ 12-ാം വാക്യത്തിൽ അവർ അനുസരണത്തിൽ കടന്നു വരിക. ഞാൻ ഇവിടെയുള്ള ദൈവസഭയിലെ ആളുകളോട് പറയാം, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു നിലയിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാര്യത്തിന് പോകരുത്. അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം നമ്മൾ സത്യവചനം വിശ്വസിക്കുന്നു. റിയൽ മാനിഫെസ്റ്റേഷൻ വരട്ടെ, നമ്മൾ രണ്ടു കൈ കൊണ്ട് സ്വീകരിക്കണം. നിങ്ങൾക്ക് കൈയടിക്കാൻ ആത്മാവിൽ പ്രേരണുണ്ടോ? പ്ലീസ് അങ്ങനെ ചെയ്യുക. ആരും നിങ്ങളെ ഇവിടെ വിലക്കത്തില്ല. അത്യുച്ചത്തിൽ കരയാൻ നിങ്ങൾക്ക് ആത്മപ്രേരിതമായിട്ടുണ്ടോ? ഫൈൻ. പക്ഷെ എവിടെയോ കണ്ടതും അങ്ങനെ ചെയ്താൽ ഏതോ കിട്ടുമെന്നും അതാണ് സംഭവമെന്നും തെറ്റിദ്ധരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ കർത്താവ് നമുക്ക് കുറച്ച് സുഖം തരാനായിട്ടല്ല ആത്മശക്തി തരുന്നത്. ഇറ്റ് ഈസ് ടു ഡു ആൻ ഇംപോസിബിൾ ജോബ്, എ സൂപ്പർ നാച്ചുറൽ ടാസ്ക്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ തലത്തിൽ നിന്ന് കറങ്ങരുത്. ഒരുപാട് ചെറുപ്പക്കാര് ആ തലത്തിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ ഈ മാനിഫെസ്റ്റേഷൻസ് നല്ല ശതമാനം കണ്ടിട്ടുള്ള ആളാണ്. ഈ ചർച്ചിന്റെ ആരംഭത്തിലൊക്കെ ഇഷ്ടം പോലെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച കണ്ട് ഇവിടെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. The power of God came on that woman. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പോലെ ആത്മശക്തി വന്നു. ഉടനെ ഞാൻ എല്ലാ ഞായറാഴ്ചയും try to reenact that. No. അതിനല്ല ആത്മാവ് വന്നിരിക്കുന്നത്. ആത്മാവ്, ആത്മസ്നാനത്തിലൂടെ ആത്മശക്തി നമുക്ക് കിട്ടുന്നത് to be a bold witness for Jesus Christ. അപ്പോൾ തന്നെ മറുവശം മാനിഫെസ്റ്റേഷൻസ് സ്വാഭാവികമായി നാച്ചുറലായി വരുമ്പോൾ നമ്മൾ വിമർശകരല്ല. We receive it. Praise the Lord. ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. വെസ്റ്റേൺ മീഡിയ നിമിത്തം പല ആളുകളും തെറ്റിദ്ധാരണയിൽ ആയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഇന്നലെ വൈകിട്ട് നമ്മൾ കേട്ടതാണ്. ഇവിടെ പലതുണ്ടായിട്ടുണ്ട്. ഞാൻ വേണേ ഒരു സംഭവം പറയാം. അത് പേരുകൾ മറച്ചു വെച്ച് വളരെ രസകരമായ ഒരു കാര്യം ഉണ്ടായി. ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് 10-15 വർഷത്തിന് മുമ്പ്. അപ്പൊ വീട്ടുകാർക്ക് നിർബന്ധം ഒരു ആളിനെ വിളിക്കണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ആളുകളെ വിളിക്കുന്നതിൽ വളരെ ചൂസിയാണ്. ഞാൻ പറഞ്ഞു വിളിക്കാം. അപ്പൊ അദ്ദേഹം വന്നു. യോഗത്തിന്റെ അവസാനം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഓർത്തു നല്ല കാര്യം, പ്രേ. അദ്ദേഹം ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടച്ച് നിൽക്കുക. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഈ സഹോദരി താഴെ കിടക്കുന്നു, ഒരു വീണ്. അതിനകത്ത് എനിക്കൊരു അത്ഭുതമില്ല. ഞാൻ സ്തോത്രം ചെയ്തു, ദാറ്റ്സ് ഫൈൻ. അങ്ങനെ ജെന്യൂനായിട്ട് കിട്ടുക. പക്ഷെ ഞാൻ കണ്ണടച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നപ്പോൾ, കുറച്ച് കഴിഞ്ഞ് തുടങ്ങിയപ്പോഴും ആൾ താഴെയുണ്ട്. ഞാൻ ഓർത്ത് ഇനിയും പ്രത്യേക അനുഭവം വല്ലതും ആയിരിക്കും.
യോഗം അങ്ങനെ അവസാനിച്ചു. ഞാൻ ഈ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നല്ല അനുഭവമായിരുന്നല്ലേ, ഒത്തിരി നേരം കടന്നല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ, എന്നെ ഉന്തിത്തള്ളി ഇട്ടതാ, ഞാൻ എഴുന്നേക്കാഞ്ഞത് പിന്നെ ഉന്തിത്തള്ളിയനെ. നോ നോ നോ, അവിടെ പവർ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, പവർ ഇംപാർട്ടേഷൻസ്, ഹോളി സ്പിരിറ്റ് വരുന്നില്ല. അവര് ബുദ്ധിയോടെ കടന്നതാണെന്ന് എന്നോട് പറഞ്ഞത്. കാരണം അല്ലേല്, എന്നിട്ട് ശ്രദ്ധിക്കണം, ഇന്ന് അവർ രണ്ടുപേരും കപ്പിൾസ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പ്രയാസമുണ്ടായി, ഭയങ്കര പ്രയാസം എൻ്റെ ഉള്ളതിലുണ്ടായി. കാരണം ഇവർ പുതിയ വിശ്വാസികളാണ്. അന്ന് മറ്റൊരു സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് ഈ യോഗങ്ങളിൽ കടന്നു വന്ന് ഈ അനുഭവം ഉണ്ടാകുകയാണ്. അവരുടെ ഭർത്താവ് ഇത് വാച്ച് ചെയ്യുകയാണ്. ഞാൻ ഓർത്ത് ഐ വിൽ ലൂസ് ദം. ഇത് ഈ ചർച്ചിൽ ഉണ്ടായതാണ്. പല അനുഭവങ്ങൾ ഉണ്ടായി, അതിലെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതല്ല നമുക്ക് വേണ്ടത്. ആത്മാവ് സ്വാഭാവികമായി നമ്മുടെ മേൽ വരട്ടെ. അന്നേരം നമ്മളല്ല പറയുന്നത് എന്ത് നടക്കണമെന്ന്, ആത്മാവിന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എൻ്റെ ഹൃദയത്തിലെ സമർപ്പണം അതാണ്. ആത്മാവിന് എൻ്റെ മേൽ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഇവിടെ ഒരിക്കലും ഒരു കല്യാണം നടന്നു. കല്യാണം ഇവിടെ വെച്ചാണ് നടന്നത്. കല്യാണത്തിൽ അസാധാരണ ദൈവകൃപ വ്യാപരിച്ചു. വരന്റെ പിതാവ് ഒരു മദ്യപാനി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ചർച്ചിലെ മെമ്പറല്ല. ആ മനുഷ്യൻ കരയുകയാണ് നിന്ന്. അദ്ദേഹത്തോട് ചോദിക്കും, എന്തിനാണ് കരയുന്നത്? ഇറ്റ് ഡസന്റ് നോ. അത്രമാത്രം ദൈവത്തിന്റെ പ്രസൻസാ. സീ, നമ്മൾ ഒന്നും ഉണ്ടാക്കണ്ട. When God shows up, even unbelievers will recognize the power of God. നമുക്കതാണ് വേണ്ടത്. We want the real thing. We want the genuine power. എന്തിനാ ഇത്? യേശുവിന്റെ സാക്ഷിയാകാൻ, ദൈവവചനം പറയാൻ. അതിനാണ് ആത്മശക്തി. പ്രൈസ് ദ ലോർഡ്. ഇവർ നോക്കിയ അനുസരിച്ച് ഇവര് യെരൂശലേമിലേക്ക് കടന്നു വന്നു. ദൈവത്തിന്റെ അജണ്ടയ്ക്കും ടൈം ടേബിളിനും അവർ സബ്മിറ്റ് ആയതുപോലെ ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയോടുള്ള എന്റെ അഭ്യർത്ഥന, വി ഗോട്ട് ടു ഗോ ബാക്ക്. നമ്മൾ ഏതാണ്ട് ആയി എന്നുള്ള നമ്മുടെ മട്ടുമാറണം. കർത്താവെ, അവിടുന്ന് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മ സ്നാനം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇൻഫാക്ട് ഡെയിലി ഒരു ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് പണ്ടത്തേതുപോലെ തന്നെ കാത്തിരിപ്പ് യോഗങ്ങളിലേക്ക് മടങ്ങി വരണം. നമുക്ക് എന്തായിരിക്കും പാസ്റ്ററെ കാത്തിരിപ്പ് യോഗത്തിൽ നടക്കുന്നത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടെ എന്ത് നടന്നു, അതാണ് ഇവിടെ നടക്കേണ്ടത്. അല്ലാതെ വേറെ ഒരു അജണ്ടയും വരുത്. നമ്മൾ കടന്നു വരുന്നവർക്ക് എന്ത് നടക്കുമെന്നുള്ളത് ഐ ഡോണ്ട് നോ. അവർക്കറിയത്തില്ലായിരുന്നു. ഈവൻ അന്യഭാഷയിൽ സംസാരിക്കും എന്നുപോലും അവർക്ക് അറിയാമായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. They just waited for the Holy Spirit. നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ. Just wait upon the Lord in prayer. സ്പെഷ്യലിസ്റ്റ് വരുമ്പോൾ പറയും, നീ കയ്യാഞ്ഞടി, സ്പീഡിലടി, എന്തെങ്കിലും പറ, വാ വരുന്ന് പറ. അങ്ങനെ ഇപ്പം നമ്മുടെ സഹോദരന്മാർ പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് വെറുതെ അങ്ങനെ പറയിപ്പിച്ചു. നോ നോ. ആത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. അതിന് നമുക്കൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭ ഈ ദൂത് ഏറ്റെടുക്കട്ടെ. സഭയായി നമുക്ക് വളരെ ഏർണസ്റ്റായി പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കാം. ആത്മസ്നാനം ലഭിക്കാത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇനി ലഭിച്ച അനുഭവം ഉള്ളവർ പിന്നെയും കാത്തിരിക്കട്ടെ. ആത്മാവിന്റെ പുത്തനൊരു റിഫ്രഷിംഗ് ടച്ച് ഉണ്ടാകട്ടെ. എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, സഭയായി മൂർച്ചയുള്ള ആയുധമായി ഞങ്ങൾ മാറണം. സഭയായി ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. That is God's plan about NLAG. That is God's plan about me, about you. അത് സാധാരണ ഒരു നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലും മട്ടിലും പറ്റത്തില്ല. We need the power of God. God will bless us with the Holy Spirit and power. അതുകൊണ്ട് നാം ഫൂളിഷ് ആകരുത്. മാൻമെയ്ഡ് സ്ട്രാറ്റജികൾ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലോകത്തിൽ തികയ്ക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ that's a very foolish thing. ഈ ശിഷ്യന്മാരെ നിങ്ങൾ നോക്ക്. യേശുവിൻ്റെ കൂടെ നടന്ന ആളുകളോട് കർത്താവ് പറയാണ്, യെരൂശലേം വിട്ടു പോകരുത്. അവര് കർത്താവിൻ്റെ അസെൻഷൻ, കർത്താവിൻ്റെ സ്വർഗാരോഹണം അവർ കണ്ട്, അവരത് ദർശിച്ച ശേഷം മടങ്ങി വരികയാണ്.
ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശബത്ത് ദിവസം യേശു സ്വർഗാരോഹണം ചെയ്തെന്നല്ല, ആ ദൂരം കാണിക്കുകയാണ്. ഒലിവുമലയിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യാത്ര ഒരു ശബത്ത് ദൂരം. ഒരു ശബത്തിൽ 1/2 മൈൽ 3/4 മൈലാണ് നടക്കാൻ അനുവാദമുള്ളത്. അത്രയും മാത്രമാണ് അവർ നടന്ന് അവര് കടന്നു വന്ന ആ സ്ഥാനത്തേക്ക് അത്രയും ദൂരമായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. 13-ാമത്തെ വാക്യം, എല്ലാവരും ഇന്ന് വാക്യം ഫോളോ ചെയ്യണം. ഞാൻ ഒരു ടീച്ചിങ് മോഡിൽ ഇത് കൊണ്ടുവരുന്നത് കാര്യം മനസ്സിലാകണം. ചരിത്രം സൃഷ്ടിക്കപ്പെട്ട പ്രാർത്ഥനാ യോഗമായിരുന്നു ഇത്. ഈ അനുഭവം ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ സാധ്യമല്ലായിരുന്നു. 13-ാം വാക്യം, അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും. ബാക്കി കുറെ പേരുണ്ട്, എന്നാൽ നമുക്ക് ആ 13-ാം വാക്യം ഒന്ന് ഡീൽ ചെയ്യാം. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത. അവര് പാർത്ത എന്നുള്ള വാക്ക് നിങ്ങൾ പരിശോധിച്ചാൽ അത് അർത്ഥം തരുന്നത് അവർ നിരന്തരമായി പാർത്ത, പെർമനന്റ്ലി they were staying, abiding in that place എന്ന് പറഞ്ഞ ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ ഏതാണ്ട് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെയായി. പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രത്യേക സ്ഥലത്ത് അവർ കൂടെ കൂടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ നിലയിൽ അവർക്ക് വളരെ പരിചയമുള്ള ഒരിടമാണ്. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പെട്ടെന്ന് ആളുകൾ പറയും മർക്കോസിന്റെ മാളിക മുറി, അവിടെ എഴുതിയിട്ടില്ല. ആയിരിക്കാം, പോസിബിൾ, അത്രേ ഉള്ളൂ. വേറെ പണ്ഡിതന്മാർക്കും അറിയില്ല, പോസിബിൾ. ആ കാലഘട്ടത്തിൽ പാലസ്റ്റൈനിലെ വീടുകൾക്ക് മിക്കതിനും ഈ മേളിൽ നിലയുണ്ടായിരുന്നു, മാളിക മുറികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 120 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു നല്ല അപ്പർ റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വെൽത്തി ആളുകളാണ്. അങ്ങനെയുള്ള ഒരു ഭവനത്തിലാണ് ഈ പ്രാർത്ഥന കൂടിവരവ് നടക്കുന്നത്. അന്ന് മാളിക മുറിയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഈ പാസർ ബൈ, വഴിയിലൂടെ പോകുന്നവർക്ക് അവരുടെ ശല്യങ്ങളിൽ നിന്ന് ഒഴിവായി സ്വകാര്യമായി, പ്രൈവറ്റായി ഫാമിലിക്ക് കൂടാം. ചില സമയത്ത് ഫ്യൂണറുകൾ നടക്കുമ്പോൾ വ്യൂയിങ് നടക്കും, പ്രാർത്ഥനകൾ നടക്കും, പ്രത്യേക യോഗങ്ങൾ നടക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇവര് കടന്നു വരുന്നത്. മാളിക മുറി, അതിന്റെ ലൊക്കേഷൻ കുറിച്ച് നമ്മൾ അധികം വറി ചെയ്യേണ്ട കാര്യമില്ല. ഒരുപക്ഷെങ്കിൽ കർത്താവിന്റെ ലാസ്റ്റ് സപ്പർ നടന്ന ഇടമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി 12:12 ജോൺ മാർക്കിന്റെ അമ്മയുടെ ഭവനമായിരിക്കാം. എന്തുമാകട്ടെ, ഇവിടെയാണ് ഈ പേര് വായിക്കപ്പെട്ട എല്ലാ ശിഷ്യന്മാരും, അവരുടെ കൂടെ ജൂഡസ് ഇല്ല, ബാക്കിയുള്ള 11 ശിഷ്യന്മാർ അവിടെ റീഗ്രൂപ്പ് ചെയ്യുകയാണ്. ലോക സുവിശേഷീകരണത്തിന് വേണ്ടി കർത്താവിന്റെ ആജ്ഞ സ്വീകരിച്ച് കർത്താവിന്റെ കൂടെ നടന്ന ഈ 11 ശിഷ്യന്മാര് ഈ മാളിക മുറിയിൽ കടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് 14-ാം വാക്യത്തിൽ അവരുടെ കൂടെയുള്ള മറ്റാളുകൾ സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോകുന്നു. കാത്തിരിപ്പ് യോഗത്തിൽ എന്ത് നടക്കും? ഒന്ന്, വാഞ്ചയോടെ കടന്നു വരിക. മത്സരബുദ്ധിക്കാർക്കുള്ളതല്ല. എന്തിനാണ് വരുന്നത്? ഏതോ വരപ്രാപ്തനുള്ളത് കൊണ്ടല്ല, യേശുവിന്റെ കൽപ്പനയായതുകൊണ്ട്. ഈ ആത്മശക്തി ഇല്ലാതെ യേശു എനിക്ക് തന്ന ദൗത്യം നിർവഹിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് അവര് ഒരുക്കപ്പെട്ട ഈ അപ്പർ റൂമിലേക്ക് കടന്നു വരികയാണ്. രണ്ടാമത്തെ അതിപ്രധാന കാര്യം, they were constantly in prayer. ആരൊക്കെയുണ്ട്? ശിഷ്യന്മാരുണ്ട്. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു സ്ത്രീകളോടും. ആരാണ് ഈ സ്ത്രീകൾ? ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ മഗ്ദലക്കാരത്തിയ മറിയ, യോഹന്നയും സൂസന്നയും മറ്റ് പല സ്ത്രീകളും. അപ്പൊ എല്ലാവരുടെയും പേരൊന്നും നമുക്കറിയില്ല. ബട്ട് there were women folk. അവരും കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ നിന്ന് ഇത് ചിന്തിച്ചു, എന്തിനാ സഹോദരിമാരെ നിങ്ങൾ വന്നിരിക്കുന്ന ഈ ടാരി യോഗത്തിന്? അല്ല, കർത്താവ് പറഞ്ഞിരിക്കുകയല്ലേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അതെ, ഞങ്ങളോട് അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ വാഗ്ദത്തമുണ്ട്? യെസ്, ഞങ്ങളോടുള്ള വാഗ്ദത്തം. അപ്പൊ നിങ്ങളുടെ മേൽ ആത്മാവ് വന്നാൽ ഞങ്ങൾ ശക്തി ലഭിച്ച് സാക്ഷിയാകും. ഓ, അപ്പം സ്ത്രീകൾക്ക് ശുശ്രൂഷ ഉണ്ടോ? കണ്ണൊന്ന് തുറക്ക.
ഇവിടെ സ്ത്രീകളുണ്ട്. സ്ത്രീകളോടും they have a ministry. യേശുവിന്റെ സാക്ഷിയാകാൻ ഏത് ജെൻഡറിൽപ്പെട്ടയാളാകട്ടെ, you have a ministry to speak boldly about Jesus Christ. അതിനാണ് ആത്മാവ് വരുന്നത്. Praise the Lord. പിന്നെ വിവാദ വിഷയം ടീച്ചിങ് ഇൻ ദ ചർച്ച, അത് പിന്നീട് നമുക്ക് കൈകാര്യം ചെയ്യാം. യേശുവിന്റെ സാക്ഷിയാകാൻ there is no restriction. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാക്ഷ്യം ആദ്യം വഹിക്കുന്നത് സഹോദരിയാണ്. മാളികമുറിയിൽ സഹോദരിമാരുണ്ട്, ഒരാളും രണ്ടുപേരുമല്ല, a lot of women folk. എന്നിട്ട് ഒരാളുടെ കാര്യം എടുത്തു പറയുന്നു, യേശുവിന്റെ അമ്മയായ മറിയോടും. She's a woman. എന്തിനാണ് മറിയ വന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. മറിയയ്ക്ക് പരിശുദ്ധാത്മാവില്ലേ? യേശുവിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ she has the Holy Spirit. വിറ്റ്നസ് ആകാനുള്ള ഹോളി സ്പിരിറ്റ് ആണ് വേണ്ടത്. പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിക്കുന്നത്, we know that. പക്ഷെ യേശുവിന്റെ സാക്ഷിയാകാൻ she needs the power of God. ശ്രദ്ധിക്കണം, ഇവരുടെ കൂടെ മറിയ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാതെ ഇവരെല്ലാം കൂടെ മറിയയോടല്ല പ്രാർത്ഥിക്കുന്നത്. Let's get that very clear. Praise the Lord. കർത്താവ് കൊടുത്ത വാഗ്ദത്തം മറിയയ്ക്കുമുള്ളതാണ്. മേരിയും അവിടെ ഇരുന്ന് കാത്തിരിക്കുകയാണ് പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി. എന്നിട്ട് അവന്റെ സഹോദരന്മാരോടും. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 7:5 കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ കർത്താവിന്റെ സഹോദരന്മാർ, അതായത് ഹാഫ് ബ്രദേഴ്സ്, അവർ യേശുവിൽ വിശ്വസിച്ചില്ല. പക്ഷെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ഇവര് യേശുവിൽ വിശ്വസിച്ചു. മത്തായിയുടെ സുവിശേഷം 13:55, മർക്കോസ് 6:3 എന്നീ ഭാഗങ്ങളിൽ സഹോദരന്മാരുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിയാൽ എല്ലാവരും കൂടെ ചേർന്ന് വ്യത്യസ്ത കാറ്റഗറിയിൽ ഉള്ളവർ ഒരുമിച്ച് കൂടി വന്ന് ഏകദേശം 120ഓളം ആളുകൾ മാളിക മുറിയിൽ കയറി. they are waiting upon the Lord for the promised Holy Spirit. എന്താണ്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാക്ഷിയാകാൻ ഒക്കത്തില്ല. അല്ല, നിങ്ങൾക്ക് നല്ലപോലെ പാട്ട് പാടാം, ഓഫ് കോഴ്സ് അവർക്ക് പാട്ട് പാടാം. അല്ല, നിങ്ങൾക്കൊന്ന് പ്രസംഗിക്കാനോ? നല്ല പ്രസംഗം പ്രസംഗിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ? അത് നോക്കും. പിന്നെന്തിനാ നിങ്ങൾക്ക്? ഇതിനപ്പുറത്തൊരു ദൈവകൃപയുണ്ട്, ഇതിനപ്പുറത്തൊരു ഹോളി സ്പിരിറ്റിന്റെ പവർ ഉണ്ട്. അതാണ് നമുക്ക് ആവശ്യം. പൊത്തുവരുത്ത ക്രിസ്ത്യൻ ലൈഫിന് ഇത് മതി. യു ഗൈസ് ആർ വെരി ഗുഡ് പീപ്പിൾ, ഇത് മതി. പക്ഷെ ഇതിനപ്പുറത്ത് എംപവർമെന്റ് ഉണ്ട്. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത് യു വിൽ ബി ക്ലോത്ത്ഡ് വിത്ത് പവർ എന്ന, ശക്തി ധരിക്കുമെന്ന്. വാവ്, യെസ്, അതാണ് നമുക്ക് ആവശ്യം, അതാണ് നമുക്ക് ആവശ്യം. ലെറ്റ്സ് ക്രൈ ഔട്ട് ടു ദ ലോർഡ്. ഇത് അന്ന് ഇത് നിവൃത്തിയായെങ്കിൽ ഇന്നും നിവൃത്തിയാകും, ഇന്നും നിവൃത്തിയാകും, ഇന്ന് പകലും നിവൃത്തിയാകും. അത് നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ചയാണ്, ഹൃദയത്തിന്റെ വാഞ്ചയാണ്. ആ ഹൃദയത്തിന്റെ വാഞ്ച കാണുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് ഈ പൊത്തുവരത്തെ അനുഭവം പോരാ, ഇതിനപ്പുറത്ത് ഒരു ട്രൂ ജെനുവൻ പെന്റക്കോസ്റ്റൽ അനുഭവമുണ്ട് എന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് കാത്തിരുന്ന് തേങ്ങലോടെ ഇരിക്കുന്ന ദൈവമക്കളുടെ മേൽ അവിടുത്തെ ആണിപ്പഴുതുള്ള കരം വെക്കാൻ യേശു വിശ്വസ്തനാണ്. ഇത് ദൈവത്തിന്റെ വചനമാ, വചനത്തിന് മാറ്റമില്ല. എന്നിട്ട് ഇവര് കൂടി വന്ന് എന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ച് പോന്നു. ദാറ്റ്സ് ദ പോയിന്റ്. എന്താണ് കാത്തിരിപ്പ് യോഗത്തിൽ നടക്കേണ്ടത്? പാസ്റ്റർ, ഞങ്ങൾക്ക് അങ്ങനെ നേരമൊന്നുമില്ല, ഇതിന് സ്പെഷ്യലിസ്റ്റ് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണേ സാമ്പത്തികം കൊടുക്കാം, ഒരാളെ അങ്ങ് ഇറക്കിയിട്ട് എല്ലാവരും ഇങ്ങനെ തൊട്ട് അപ്പൊ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഞങ്ങൾക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് പോവുകയും ചെയ്യാലും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യലിസ്റ്റിനെ അറിയത്തില്ല. യേശു പറഞ്ഞത് എന്താ? ഹു ഈസ് ദ ബാപ്റ്റൈസർ? യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് എന്താ? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. ഇറ്റ് ഈസ് ജീസസ് ഹു ഈസ് ദ ബാപ്റ്റൈസർ. ഒരു മനുഷ്യനിലേക്ക് നോക്കരുത്. ഇതൊക്കെ നമ്മൾ അറിയാതെ പഠിച്ച ചില പാരമ്പര്യങ്ങളാണ്. We think some person has the Holy Spirit at his disposal. Absolutely no. ആരെങ്കിലും കൈവച്ച് ആത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആത്മാവ് നയിക്കണം. എന്നാലും കർത്താവാണ് തരുന്നത്.
ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു, ആ വാക്ക് ഒരുമനപ്പെട്ടു. ആ ഗ്രൂപ്പിനെ നോക്കിയാൽ ഒരുമനപ്പെടാൻ പാടാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ ഇവർ ഒരുമനപ്പെട്ടു. ആ സ്പിരിച്വൽ യൂണിറ്റിയാണ് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ സ്വഭാവം. കാത്തിരിപ്പ് യോഗത്തിൽ എങ്ങനെയാ വരേണ്ടത്? ഒരുമനപ്പെട്ടാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഒരുമനപ്പെടുക. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ വായിച്ചാൽ ഇതിപ്പോൾ 1:14 രണ്ടാം ഭാഗമാണ്. 2:1, 2:46, 4:24, 5:12, 15:25 വാസ്തവത്തിലൊരു കീ ഫ്രേസ് ആണ് ഒരുമനപ്പെടുക. അനേക ആവർത്തി അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഭാര്യയും ഭർത്താവനും കൂടെ ഒരുമിച്ചിരിക്കാൻ ഒക്കുന്നില്ലല്ലോ, പിന്നാട്ട് സഭയെല്ലാം കൂടെ കൂടി വരുന്നു. സ്തോത്രം. ഇതൊക്കെയാണ് ആത്മീക അനുഗ്രഹത്തിന്റെ തടസ്സം. നമുക്ക് ഐക്യബന്ധപ്പെടാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, നമുക്ക് ഒരു കാര്യത്തോടുള്ള ബന്ധത്തിൽ വ്യത്യസ്ത അഭിപ്രായം കണ്ടേക്കാം. ഹോൾ എവിടെ വെക്കണം, ഹോളിന് എത്ര ആയിരിക്കണം നീളം, എത്ര ആയിരിക്കണം വീതി, ഓക്കെ. ഒരാൾ പറയുന്നത് 70/30 വേണം, ഒരാൾ പറയുന്നത് 70 ആവശ്യമൊന്നുമില്ല, 50/30 ആണെങ്കിലും മതി. അഭിപ്രായ വ്യത്യാസം കാണും. പിന്നെ എങ്ങനെയാ ഒരുമനപ്പെടുന്നത്? ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കണം. അതിന് നമുക്ക് ആത്മശക്തി വേണം. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി അവിടുത്തെ തൂങ്ങി ഞാൻ പറഞ്ഞത് മാത്രം നടക്കണം എന്ന് വാശി പിടിക്കാതെ ലീവ് ഇറ്റ്, വിട്ടുകളഞ്ഞേച്ച് പ്രധാന കാര്യത്തിലേക്ക് പോയാൽ we need the Holy Spirit power. നിങ്ങൾ നോക്കിക്കേ, ഈ ആളുകൾ ഞാൻ കുറച്ച് പറഞ്ഞല്ലോ, സ്ത്രീകളുണ്ട്, കർത്താവിൻ്റെ അമ്മയാകുന്ന മറിയയുണ്ട്, കർത്താവിൻ്റെ സഹോദരന്മാരുണ്ട്, പിന്നെ 120 പേരെന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് പേരൊക്കെ ഉണ്ട്. ഈ ആളുകളെ എങ്ങനെയാ ഒന്ന് ഒരുമിപ്പിക്കുന്നത്? കർത്താവിൻ്റെ ഈ ഫാമിലി, അമ്മയും സഹോദരന്മാരും ഒക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് എന്ന് പറയാം, ഓക്കെ നിങ്ങളെല്ലാം കണ്ടല്ലോ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. അപ്പോൾ പത്രോസ് എല്ലാം പറഞ്ഞത് ഞങ്ങൾ കണ്ടതായിരുന്നു. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പം നമ്മൾ 120 പേരുണ്ട്, ഞങ്ങളൊക്കെയാണ് ഇനിയത്തെ. അതിനാ നിങ്ങൾ ഇത് യേശുവിൻ്റെ അമ്മയാന്നുള്ളത് മറക്കരുത്. ഞങ്ങൾ യേശുവിൻ്റെ ഹാഫ് ബ്രദേഴ്സാണ്, മറക്കരുത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പത്രോസിൻ്റെ ഒരു രീതിയുണ്ട്, എപ്പോഴും എല്ലാത്തിനും ചാടുക. ബ്രദർ ഇനി അങ്ങനെ ചെയ്യരുത്, ഞങ്ങളൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ. പ്രശ്നമായി അല്ലേ? അപ്പോൾ പത്രോസ് ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. യോഹന്നാനെ, യാക്കോബേ, സംഗതി ഇവർ സഹോദരന്മാരും ഒക്കെയാണ്, പക്ഷെ മറൂപ മലയിൽ ആരുണ്ടായിരുന്നു? ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മളല്ലായിരുന്നോ കൂടെ? വിഷയമായി. അപ്പൊ അതിനകത്തൊന്ന് യോഹന്നാൻ അങ്ങോട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ആർഗ്യുമെന്റ് നല്ലതാണെങ്കിലും മാറോട് ചേർന്നിരിക്കാനുള്ള ആ ഭാഗ്യം എനിക്കാണ്. സഡൻലി മേരി പറയാണ്, നിങ്ങളെന്താണ് ഇങ്ങനെ കിടക്കുന്നത്? അമ്മ എന്ന നിലയിൽ ഇത്രയും സ്ഥാനം വേറെ ആർക്കുമില്ല. ഉടനെ യോഹന്നാൻ ഒരു വാദം, പക്ഷേ അമ്മയെ സംരക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചാണ് പോയത്. വിഷയമാണ്. ഇതാണ് പ്രശ്നം. പത്രോസ് എഴുന്നേറ്റ് ലീഡർഷിപ്പ് പറയുമ്പോ ബാക്കിയുള്ളവർ പറയും, എന്നടാ 3 വട്ടം നീ കർത്താവിനെ തള്ളി പറഞ്ഞ് തന്നെത്താൻ പ്രാഗി, നിനക്കെന്നെ ലീഡറാണോ, നീ പാസ്റ്ററാണോ? പത്രോസും വിട്ടുകൊടുക്കത്തില്ല. യോഹന്നാനെ നീ അന്ന് വിളിച്ചെന്നെ ആപ്പിലാക്കിയതാ, അല്ലായിരുന്നെ ഞാൻ അങ്ങനെ ഒരു രംഗത്ത് പോകത്തില്ലായിരുന്നു. ഈ ആളുകളോട് കർത്താവ് വേറെ ഒന്നും പറയുന്നില്ല. റിസീവ് ദ സ്പിരിറ്റ്. എൻ്റെ പ്രിയപ്പെട്ട ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, ഗെറ്റ് ഇറ്റ് ഔട്ട്. വി നീഡ് ദ പവർ ഓഫ് ഗോഡ്. നമ്മളെ ഈ തലമുറയിൽ കണ്ടിരിക്കുന്നത് സുവിശേഷത്തിന് വേണ്ടിയാണ്. സുവിശേഷം പറയുവാൻ, സുവിശേഷത്തിന് സാക്ഷിയാകാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ നമുക്ക് വേറെ ഒരു നിലയിലും പറ്റത്തില്ല. We need internal power of the Holy Spirit. ആര് നേതാവാകട്ടെ നമുക്ക് വിഷയമല്ല. Let's come together. അവർ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ they made sure they were of one accord. മനസ്സിലാകുന്നോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാകുന്നോ? യോഗത്തിന് കയറി വരുമ്പോഴായിരിക്കും ഒരു കുശിപ്പ്. പിന്നെ കാത്തിരിപ്പ് യോഗം വല്ലതും നടക്കൂടി. പിന്നെ കുറെ പാട്ടും ഒക്കെ പാടുമായിരിക്കും. ഡെബി വന്നിട്ടുണ്ട്, എന്നാ ചിലപ്പോൾ 2-3 പാട്ട്. ഇതല്ല പറയേണ്ടത്. നമുക്ക് പ്രാപിക്കാൻ പോവാം. നമുക്ക് പ്രാപിക്കണം. നമ്മൾ കാത്തിരിക്കും. ഈ വാഗ്ദത്തം നമ്മുടെ മേൽ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്.
ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. 12 മുതലുള്ള വാക്യങ്ങളിൽ, 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കാത്തിരിക്കുന്ന സമയത്ത് they were a church with closed doors. അവരെ ലോകത്തിന് അറിയത്തില്ല. 2-ാം അധ്യായം 1 മുതൽ 4 വരെ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ വാതിലുകൾ തുറന്നു. യെരുശലേമിലെ വഴികളിലേക്ക് അവർ ഇറങ്ങി. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടുപോയി, നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. അവർ വിളംബരം ചെയ്തു, നിങ്ങൾ ക്രൂശിച്ച യേശുവാണ് മസ്സായ. Oh, we need the power of the Holy Spirit. കടന്നു വരണം. നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ സഭാ യോഗങ്ങൾ കാത്തിരിപ്പ് യോഗങ്ങളായി മാറട്ടെ. നാം റോമാലേഖനം പഠിച്ചാലും കാത്തിരിപ്പ് യോഗങ്ങളായി മാറട്ടെ. റോമാലേഖനം പഠിച്ച് അക്കാഡമിക്കൽ തിയോളജിക്കൽ നോളജ് കുറെ വെക്കുകയല്ല. ആ തിയോളജി ആത്മശക്തിയിൽ നമുക്ക് ഈ നാട്ടിൽ വിളംബരം ചെയ്യണം. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്ന് രാവിലെ നമ്മുടെ ഈ ക്രിസ്റ്റിമോള് ഒരു പാംലെറ്റ് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്, ദ ഗോസ്പൽ. അവൾ പറഞ്ഞു, പാസ്റ്റർ, ഇറ്റ്സ് നോട്ട് ആൻ അർജന്റ് തിങ്. പാസ്റ്റർക്ക് സൗകര്യമുള്ളപ്പോൾ ജസ്റ്റ് റീഡ് ഇറ്റ് ഫോർ എനി മിസ്റ്റേക്ക്. I told her this is the urgent thing and today evening I'll read it. അവളിൽ കൊടുത്ത ഒരു ദൈവകൃപയാ. She wrote the gospel. അത് പ്രിന്റ് ചെയ്ത് നമുക്ക് കൊടുക്കണം. നമ്മുടെ ഇടയിൽ മറ്റൊരു മോളാണ് ലെഫ്ലിൻ. She preaches the word of God. അങ്ങനെ നമ്മുടെ മക്കൾ, നമ്മുടെ കൊച്ചുമക്കൾ, let them be endowed with supernatural power. പണ്ടത്തെ അനുഭവം, അവരുടെ കുറ്റം ഇവിടെ പറഞ്ഞു, ഇവരുടെ കുറ്റം അവിടെ പറഞ്ഞു, വാട്സാപ്പിൽ വേറെ ആരാണ്ട് ഒരു പാസ്റ്റർ വീണത്, അങ്ങോട്ടൊന്ന് തെറ്റിച്ച് ഇങ്ങോട്ട്, എന്നിട്ട് എന്ത് കിട്ടി? എന്നിട്ട് സ്വന്തം വീട്ടിൽ പറയാനുള്ള ദൈവശക്തി ഉണ്ടോ? അയൽവക്കക്കാരോട് പറയാനുള്ള ദൈവശക്തി ഉണ്ടോ? ഒന്ന് കരയാമോ? We need the power of God. We need the power of God. അത് തരാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവ് willing ആണ്. Praise the Lord. ഞാൻ കർത്താവിന്റെ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഉണ്ടാക്കിയ വാക്കുകളല്ല. ഞാൻ വിചാരിക്കുന്ന ഒരു ചിന്തയെ നിങ്ങൾ പറയാം. കർത്താവ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളെ. അവിടുന്ന് പറഞ്ഞ ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകും. Will you believe what Jesus said? And are you willing to tarry? Prepare for power. Praise the Lord. Hallelujah. അവർ ഒരുമനപ്പെട്ട് കൂടി. അവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാമായിരുന്നു. യേശു കൂടെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങളിൽ വലിയവൻ എല്ലാം മാറി. ആര് വലിയവനാണ്? ഞങ്ങൾക്ക് ആത്മശക്തി വേണം, ഞങ്ങൾക്ക് ആത്മശക്തി വേണം. ആ മാനസിക സ്ഥിതിയിലേക്ക് നമ്മളൊന്ന് ഒരുക്കപ്പെടണം. അവരുടെ മേലാണ് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം തരുന്നത്. അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സൗരഭരോട് ഞാൻ പറയാം, ദൈവം വെച്ച സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. എന്തിന് ലോകത്തിൽ ജീവിച്ചു? മക്കളെ ജനിപ്പിച്ചു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലർക്ക് പിന്നെ പറയാണ്ട് വീട് വെച്ചു. എന്തുണ്ടായി കോൺക്രീറ്റ് ആയിട്ട്? ആബ്സല്യൂട്ട്ലി നത്തിങ്. അതെന്താണ്? നോ പവർ. പവർ ഇല്ലെങ്കിൽ മിഷൻസ് ഇല്ല. എന്നാൽ വേറെ ചിലര് ആത്മശക്തിയോട്, അവർ വലിയ വിദേശ പര്യടനമൊന്നും പോയില്ല. അവർക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു ആയുസ്സിൽ ഒരു 150 പേരോളം കർത്താവിലേക്ക് എൻ്റെ ആ എളിയ ശുശ്രൂഷയിൽ തിരിയാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാം. ആത്മശക്തിയിലേക്ക് മടങ്ങി വാ. ഇനിയും ഈ ശിഷ്യന്മാരെ ഞാൻ ആ ലിസ്റ്റ് വായിച്ചു. അധികം ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാം വ്യത്യസ്ത ടെമ്പർമെന്റ് ഉള്ളവരാണ്. പക്ഷെ അവർ തീരുമാനിച്ചു, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി യൂണിറ്റിയിൽ നിൽക്കും. അതിന്റെ കാരണം, ആ യൂണിറ്റി കൊണ്ടുവരുന്നത് കർത്താവ് പറഞ്ഞു, ഒരു കൽപ്പനയായി ടാരി ചെയ്യുക. കർത്താവ് ഒരു പ്രോമിസ് കൊടുത്തു. വാഗ്ദത്തമാണ് അവരെ ഒറ്റക്കെട്ടായി നിർത്തുന്നത്. യേശു പറഞ്ഞ കൽപ്പനയാണ് അവരെ ഒറ്റക്കെട്ടായി നിർത്തുന്നത്. നമ്മൾ ഒറ്റക്കെട്ടാണെങ്കിൽ, അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ച് ഒറ്റക്കെട്ടാണെങ്കിൽ, ഈ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ധ്യാനിക്കണം. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. അപ്പൊ ഈ കാത്തിരിപ്പിന്റെ സമയത്ത് they were praying. ഇംഗ്ലീഷിൽ മനോഹരമായ വാക്ക, they devoted themselves to prayer. അതൊരു കട്ടിയുള്ള വാക്ക. അതേ വാക്കാണ് 2:42 അതേ വാക്കാണ് 6:4 എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. പ്രയർ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. അവർ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. ഈ വാക്കിന്റെ അർത്ഥം ശ്രദ്ധിക്കണം.
പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പെർസിസ്റ്റന്റ് പ്രയർ. അവിടെ ആദ്യത്തെ ദിവസം ഒന്നും നടന്നില്ല, ഒരാഴ്ചയായിട്ട് ഒരു സംഭവം നടന്നില്ല. പക്ഷെ വിട്ടുകൊടുക്കത്തില്ല. വാഗ്ദത്തം നിവൃത്തിയാകുന്നിടം വരെ പ്രാർത്ഥിക്കുക. ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? വാഗ്ദത്തം ഉള്ളവനെ പ്രാർത്ഥിക്കാൻ കഴിയും. ഈ വാഗ്ദത്തം ഉള്ളതെന്ന് പറഞ്ഞാൽ മലയാളി പെന്തിക്കോസുകാർ ആ വാഗ്ദത്തം എന്ന വാക്കിനെ നശിപ്പിച്ച് കളഞ്ഞു. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. എന്തോ പാസ്റ്ററെ, 2023 പുതിയൊരു മോഡൽ വണ്ടി എടുക്കും. ഹല്ലേലൂയ, ഗ്ലോറി. വാട്ട് ഈസ് ദിസ്? യോ, കഷ്ടമെന്നല്ല നമ്മൾ എന്താ പറയുന്നത്. ഇതാണ് വാഗ്ദത്തം. നാം ചതിവിലാണ്. ഡു യു ഹാവ് ദ പവർ ഓഫ് ഗോഡ്? യേശു നേരിട്ട് വാഗ്ദത്തം ചെയ്തു. മെഴ്സഡീസ് അല്ല, ഇന്നോവ അല്ല, സ്വിറ്റ്സർലൻഡിൽ പോകുന്നതല്ല. ജീസസ് പറയുന്നത്, യു വിൽ ബി മൈ വിറ്റ്നസ്, ഐ വിൽ ഗിവ് യു പവർ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഐഹിക ജീവിത കാലത്ത് യേശുവിൻ്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവസഭയ്ക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. യേശുവിലൂടെ ആത്മപ്രവൃത്തി ഉണ്ടായി. ഇതേ യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ്, അവിടുത്തെ ആത്മാവിനാൽ ഇന്നും യേശുവിന്റെ ആത്മീക ശരീരമാം സഭയിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിൽ ദൈവം അയച്ച പൊക്കോ, വണ്ടി കർത്താവ് തന്നാ മേടിച്ചു. വാഗ്ദത്തത്തെ ചീപ്പാക്കരുത്. കർത്താവ് എന്തിനാ ഈ ലോകത്തിൽ വന്നത്? He came to save sinners. Praise the Lord. അതിന്റെ കൂട്ടുപ്രവർത്തകരായി നമ്മളെ വിളിച്ചിരിക്കുക. Endowed with power. അതിന് യാത്ര ചെയ്യാൻ ഒരു വാഹനമാണോ? He will give you. അതല്ല വലിയ കാര്യം, അത് പാട്ടയാണ്. Praise the Lord. അല്ല പാസ്റ്റർ, ഞങ്ങൾ ഇന്നോവ കാറ്, അതും പാട്ടയാണ്. 4 റബ്ബറേൽ കുറെ പാട്ട വെച്ച് കെട്ടി, അതേതാണ്ട് സംഭവമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. It's a പാട്ട. We need the power of God. സാക്ഷിയാകാൻ ദൈവശക്തി ആവശ്യമാണ്. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ഇതാണ് വാസ്തവത്തിൽ ടാരിങ് മീറ്റിംഗിൽ നടക്കേണ്ടത്. പാസ്റ്റർ, ശനിയാഴ്ച വന്നാൽ എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മളെല്ലാവരും ചേർന്ന് അങ്ങ് പ്രാർത്ഥിക്കും. ഓരോരുത്തരായി പ്രാർത്ഥിക്കും, കൂട്ടമായി പ്രാർത്ഥിക്കും. എന്തിന്? പരിശുദ്ധാത്മാവിനെ തരാൻ. അതെന്തിനാ? ഞങ്ങൾക്ക് ഒരുമിച്ച് യേശുവിൻ്റെ സാക്ഷിയാകണം. കോയിപ്പുറത്ത് ഇനി ആളുകൾ വിടുവിക്കപ്പെടാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇനിയും വിടുവിക്കപ്പെടാനുണ്ട്. തിരുവല്ലയിൽ വിടുവിക്കപ്പെടാനുണ്ട്. കേരളത്തിൽ വിടുവിക്കപ്പെടാനുണ്ട്. ഭാരതത്തിൽ വിടുവിക്കപ്പെടാനുണ്ട്. ഭാരതത്തിലെ ദൈവസഭ ഈ വചനത്തിലേക്ക് മടങ്ങി വരണം. അതിന് കൃത്രിമമായിട്ട് നമ്മൾ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. ജസ്റ്റ് ബി യുവർ സെൽഫ്. ഹൃദയം ഒരുക്കത്തോടെ കടന്നു വരിക. ആത്മാവിന്റെ നടത്തിപ്പൊണ്ടൽ ആരെങ്കിലും കൈവെക്കും, അല്ലെ കൈവച്ചാലേ വരും. അങ്ങനൊന്നും ഇല്ല. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വരും. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിച്ചാലോ കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരും. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. 8-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ശമരിയയിൽ അവർ കരം വെച്ചു. ഇങ്ങനെ പല നിലയിലാണ് വരുന്നത്. അല്ലാതെ ഒരു കാര്യം മാത്രമാണെന്ന് ചിന്തിക്കരുത്. ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകും. പ്രയർ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലെ ഒരു വലിയ വിഷയമാണ്. പക്ഷെ അത് ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇതിൻ്റെ റെഫറൻസ് സഹിതമുണ്ട്. എങ്കിലും അത്രയും ഞാൻ സമയം ലാഭിച്ചുകൊണ്ട് ബാക്കി പോർഷനിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ വേണ്ടിയാണ്. ഇവിടെ വിശ്വാസികളെല്ലാം കൂടെ പ്രാർത്ഥിക്കുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും സമൂഹമായിട്ടുള്ള പ്രാർത്ഥന, ചില ആളുകളെ തെരഞ്ഞെടുക്കാനുള്ള പ്രാർത്ഥന. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കഷ്ടതകളെ ശോധനകളുടെ നടുവിൽ അവർ പ്രാർത്ഥിക്കുന്നു. 7-ാം അധ്യായത്തിൽ 1-ാമത്തെ മാർട്ടിറായ സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ സൗല് 9-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നു. 8-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുന്നു. 9-ന്റെ അവസാനം 36 മുതൽ വാക്യത്തിൽ പത്രോസ് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? മരിച്ച ഒരാളിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സുവിശേഷം കേൾക്കാനായി അദ്ദേഹത്തിന് കളമൊരുങ്ങിയത്. ഇവിടെ ഒരു കാര്യം എടുത്തു പറയാം. കൊർന്നല്യോസ് നല്ല മനുഷ്യനായിരുന്നു, ദാനധർമ്മം കൊടുക്കുന്നതായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ബോൺ അഗൈൻ. യു ക്യാൻ ഡു ഓൾ ദ ഗുഡ് സ്റ്റഫ് ആൻഡ് സ്റ്റിൽ ഗോ ടു ഹെൽ. കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനുണ്ട്. ഗോഡ് ഗേവ് ഹിം എ ചാൻസ്. പീറ്ററിനും ദർശനം കൊടുത്തു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആത്മവിവശതയിലായി. കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് വരുന്നവരെ അദ്ദേഹം കൈക്കൊള്ളുന്നു, അവരുടെ കൂടെ പോകുന്നു. കൊർന്നല്യോസിന്റെ വീട്ടിൽ വലിയ ഉണർവുണ്ടാകുന്നു. ഇതെല്ലാം പ്രയറാണ്. പ്രയർ. 12-ാം അധ്യായത്തിൽ നമുക്കറിയാം 5-ാം വാക്യം 7-ാം വാക്യം. ജയിലിൽ കിടന്ന പത്രോസിനെ അത്ഭുതകരമായി സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായി
ദൂതൻ ഇറങ്ങി പുറത്തു കൊണ്ടുവരുന്നു. 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭ പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിനെ ബർന്നബാസിനെ മിഷൻ ട്രിപ്പിലേക്ക് അയക്കുന്നു. എല്ലാം യു സീ ദ ചർച്ച് ഈസ് ഇൻ പ്രയർ. പ്രയർ ആണ് അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കിന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രയർ ലൈഫിനെ കുറിച്ചാണ് ലൂക്ക് എംഫസിസ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ആത്മശക്തി നമുക്കില്ലാത്തത്? വി ആർ ഓൺലി പ്രേയിങ് ഫോർ മെറ്റീരിയൽ നീഡ്. എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമകൻ, എൻ്റെ കൊച്ചുമകൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? അതൊക്കെ സെക്കൻഡറി കാര്യമാണ്. അതൊക്കെ കർത്താവ് മുൻപേ നമ്മൾ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ കർത്താവിന്റെ കൃപ അവരുടെ മേലൊക്കെ വ്യാപരിക്കും. അവന് കാണട്ടെ നാം മുട്ടലിരുന്നു കൊണ്ട് തേങ്ങി കരയുന്നത് ഫോർ സോൾസ് ആൻഡ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ സുവിശേഷം കേൾക്കട്ടെ. ഞാൻ എൻ്റെ കൊച്ചുമോളോട് ഐ ടോൾഡ് ഹർ ദ ഗോസ്പൽ. ഇനി വളർന്ന 2 പേര് ഐ ടെൽ ദ ഗോസ്പൽ. വാട്ട് ഈസ് ദ ഗോസ്പൽ? എൻ്റെ വല്യപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട് യു വിൽ നോട്ട് ഗോ ടു ഹെവൻ, യു നീഡ് ടു ബി ബോൺ അഗൈൻ. ചിലർ ചിന്തിക്കുന്ന പാസ്റ്റർമാരുടെ മക്കളായോണ്ടോ വല്യപ്പൻ പാസ്റ്റർ ആയോണ്ടോ എല്ലാം വിശുദ്ധ ജീവൻ. നോ, വൈപ്പർ ഇൻ എ ഡയപ്പർ. മനുഷ്യൻ മുഴുവനും അതാണ്, സിൻഫുൾ ആണ്. വിത്തൗട്ട് ദ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് നോ വൺ വിൽ റീച്ച് ഹെവൻ. ഓൾ ആർ സിന്നേഴ്സ് ആൻഡ് അണ്ടർ കണ്ടമിനേഷൻ. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ രക്ഷിക്കപ്പെടാൻ അവർ പ്രായമായില്ല. ദേ ഡോണ്ട് നോ. അതിൽ ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിന് എവിടെയെങ്കിലും അക്രൈസ്തവരാകട്ടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഐ ബിലീവ് ദേ വിൽ ബി ഇൻ ഹെവൻ. അതെന്താ കാരണം? കാരണം തിരിച്ചറിവിന് പ്രായമായില്ല. പ്രയർ ഒരു വലിയ സംഭവമാണ്. ഞാൻ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. 28 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചോ, മുഴുവനും പ്രയർ പ്രയർ പ്രയർ. എന്നിട്ട് കാത്തിരിപ്പ് യോഗത്തിന് പ്രാർത്ഥന മാത്രമല്ല. ഒരാളിനോ ശബ്ദം ഉയർത്തി വായിക്കണം. ലൂക്ക് 24 24-ാം അധ്യായം 53-ാം വാക്യം വായിക്കാം. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് എന്താ മഹാസന്തോഷമായത്? അപ്പൊ ഇവർക്ക് സന്തോഷമുള്ളവരാ. ഈവൻ ബിഫോർ ദ ഹോളി സ്പിരിറ്റ് കെയിം ഇൻ പവർ. സന്തോഷം എന്ന് പറയുന്നത് നേരത്തെ ടെൻസ് ആയിരുന്നു, സ്ട്രെസ് ആയിരുന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഇറ്റ് ചേഞ്ച് ദെയർ ഹോൾ വേൾഡ്. എന്നിട്ട് മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. കണ്ടോ, അവരാരാധിച്ചു. ശനിയാഴ്ച ഇവിടെ എന്ത് നടക്കും? കാത്തിരിപ്പ് യോഗത്തിന് we will be worshiping God. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു, സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്തിനാണ്? we are preparing to receive the Holy Spirit. അയ്യോ, അപ്പൊ നമുക്കില്ലേ ആത്മാവ്? ഉണ്ട്, പോരാ. ആത്മാവ് മുഴു ബലത്തോടെ നമ്മുടെ മേൽ ഇറങ്ങി വരണം. രാത്രി 11 മണിക്ക് ഇരുന്ന് വാട്സാപ്പും മാന്തി ഫേസ്ബുക്കും നോക്കി ഇരുന്ന് നട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കാതെ നേരത്തെ കാലത്തെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്യും. സ്തോത്രം. ഒത്തിരി നട്ട്സ് തിന്നാതിരിക്കുക നല്ലത്. സ്തോത്രം. പ്രാർത്ഥന, ആരാധന, എത്ര വലിയ ഡിഫറൻസ് ആണ് അവരുടെ ജീവിതത്തിൽ ആത്മാവ് വന്നു കഴിഞ്ഞുണ്ടായത്. 15-ാം വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ആ കാലത്ത്, അത് ഏത് കാലം? ആഫ്റ്റർ ദി അസെൻഷൻ, ബിഫോർ പെൻഡകോസ്റ്റ്. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം. അധികം വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സഹോദരിമാരുണ്ട്, കർത്താവിൻ്റെ അമ്മയാം ആയ മറിയുണ്ട്, കർത്താവിൻ്റെ സഹോദരങ്ങളുണ്ട്, ശിഷ്യന്മാരുണ്ട്, പിന്നെ കുറെ പേരുണ്ട്. എന്നാൽ ഒരു കാര്യം നോട്ട് ചെയ്യണം, സ്മോൾ ബിഗിനിങ്സ്. 120 പേരുടെ ഒരു സംഘത്തിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ അവരിലൂടെയാണ് അന്ന് അറിയപ്പെട്ട ലോകം സുവിശേഷീകരിച്ചത്. There is hope. Hallelujah. കേരളം മുഴുവൻ സുവിശേഷം അറിയാൻ ഇത്രയും പേരുടെ മേൽ ആത്മാവ് വന്നാൽ മതി. പാസ്റ്ററെ, ഞങ്ങൾ ഗൾഫിലാണ്, അക്രൈസ്തവരായ ആളുകളാണ്. യെരുശലേമിൽ അന്ന് യേശുക്രിസ്തുവിനോടും യേശുക്രിസ്തുവിന്റെ മാർഗത്തിനും എതിരായിരുന്നു. അവിടെയാണ് ആത്മശക്തിയോടുകൂടി ഇമ്പാക്റ്റ് ഉണ്ടായത്.
എന്നെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. 20 വർഷത്തിന് മുമ്പ് ഇപ്പോൾ പ്രായമായ പലരും യൗവനമായിരുന്നു. അവരിൽ ചിലരുടെ മേൽ ആത്മാവ് വന്നു. കാലത്തിന്റെ പഴക്കത്തിൽ അവരിങ്ങനെ സാധാരണയായി അങ്ങ് പോയി. ഇന്ന് അവർക്കിത് ചിലപ്പോൾ മനസ്സിലാകത്ത് പോലുമില്ല. നിങ്ങളുടെ ടേൺ ആണ്. ഗെറ്റ് റെഡി ആൻഡ് ആസ്ക് ദ ലോർഡ് ഫോർ ഡിവൈൻ എനേബിൾമെന്റ്. ഈ തീ കൊണ്ട നടക്കാനുണ്ടല്ലോ, ഒരു കോംപ്രമൈസും ജീവിതത്തിൽ പാടില്ല. ടു കീപ് ദ ഫ്ലെയിം അലൈവ് ഇൻ യുവർ ലൈഫ്. ഏകദേശം 120 പേരുടെ സംഘം, ചെറിയ ആരംഭങ്ങൾ. അതാണ് കർത്താവ് ആത്മശക്തിയോടെ ഉപയോഗിച്ചത്. പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. പത്രോസ് വാസ്തവത്തിൽ ഇവിടെ ഒരു ലീഡർഷിപ്പ് സ്ഥാനം എടുക്കുകയാണ്. എന്നിട്ട് എന്താണ് പത്രോസ് പറയുന്നത്? ആ 15-ാം വാക്യവും 16 കൂടെ ചേർത്ത് വായിക്കാമോ? ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ ഇവർക്ക് ദൈവവചന ഉൾക്കാഴ്ച ലഭിച്ചു. The Lord opened their minds. അങ്ങനെയുള്ളവരാ. പ്രാവചനികമായി പല കാര്യങ്ങളും വചനത്തിൽ നിന്ന് അവർക്ക് ബോധ്യമായി. പത്രോസ് എഴുന്നേറ്റ് പറയാ, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. യൂദയിലൂടെ സംഭവിച്ച കാര്യങ്ങൾ യൂദയ്ക്ക് സംഭവിച്ചതും ഇതൊന്നും യാദൃച്ഛ്യമല്ല. This is all part of God's plan. അല്ല പീറ്റർ, why speak about all this? നമുക്കതൊക്കെ അങ്ങ് വിടാം. എന്താ വിടാത്തത്? ഈ ക്രമീകരണം വരുത്തിയേ ഒക്കൂ. നിങ്ങളെ ഞാൻ വേറൊരു വാക്യം കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന് 28-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെ ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പക്ഷെ യൂദാ പോയി കെട്ടിയാന്നിയാത്തല്ലോ. അപ്പൊ ഈ പ്രവചനം എങ്ങനെ നിവൃത്തിയാകുന്നത്? ഒരു പക്ഷെങ്കിൽ അതിനിടയ്ക്ക് ഓർക്കുന്നവർ കാണും, ഹൗ ഇസ് ദിസ് ഗോയിങ് ടു ഹാപ്പൻ? 12 സിംഹാസനം, ഇപ്പൊ ഞങ്ങൾ 11 ഉള്ളല്ലോ. അവരുടെ നടുവിൽ പീറ്റർ എഴുന്നേറ്റ് പറയാണ്, ഡോണ്ട് യു വറി. യൂദയ്ക്ക് സംഭവിച്ചത് ദൈവത്തെ സർപ്രൈസ് ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ പ്ലാനിങ്ങിനകത്താണ് മുഴുവൻ കാര്യവും നടന്നിരിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം. അപ്പൊ നോക്കിക്കേ, എന്താ പറയുന്നതിന്റെ അർത്ഥം? ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം, 2 പത്രോസാണ്. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ദാവീദ് പറഞ്ഞത് ആത്മാവിലാണ്. ഈ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതാണ്. മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. ഇറ്റ് ഹാഡ് ടു ബി ഫുൾഫിൽഡ്. ഏതാണ് ആ തിരുവെഴുത്ത്? 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാഡ് ടു ബി ഫുൾഫിൽഡ്. 17-ാം വാക്യം, അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. യൂദാസിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പോകാൻ താല്പര്യപ്പെടുകയാണ്, എങ്കിലും ഒരു വാർണിംഗ് അവിടെയുണ്ട്. എത്ര വലിയ പദവി കിട്ടിയവനാണ് ജൂഡസ്. ഇത് മുഴുവനും തകർത്ത് തരിപ്പണമായി. എന്താ കാര്യം? 30 വെള്ളിക്കാശിന് നാഥനും കർത്താവുമായി യേശുവിനെ ഒറ്റിക്കൊടുത്തു. ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിനും മൂലകാരണം. 12 ശിഷ്യന്മാരിൽ ഒരുത്തനെ തകിടം മരിച്ച ഒരു ദുർവ്യാപാരം നമ്മുടെ ഇതിനകത്താരെയും പിടിക്കരുത്. എന്തിനാ മക്കൾ, എന്തിനാണ് പോയിരിക്കുന്നത്? കാശുണ്ടാക്കാൻ പോയിരിക്കുക. ഇതാ പറഞ്ഞു കൊടുത്തത്. കാരണം നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ട്. നീ ജപ്പാനെല്ലാം പിടിക്കാൻ പോയതാ ഒരുത്തൻ. ഇനിയൊന്ന് സെൻസ് വാ.
പത്രോസിന്റെ വാക്കുകൾ കണ്ടു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായിരുന്നു. യോ, ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന 12 പേർ, വേറെ എങ്ങനെ ആരുമില്ല. അവരിൽ ഒരുവൻ. നേരിട്ട് യേശുവിൽ നിന്ന് വചനം കേട്ട, യേശു ചെയ്ത അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട, താൻ തന്നെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് കർത്താവ് അയച്ചപ്പോൾ. എന്തൊരു പദവിയാണ്, മറ്റനേകർക്കില്ലാത്ത പദവി. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയോട് ചേർന്ന് നിത്യനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, നിർമ്മല വചനം, വെള്ളം ചേർക്കാതെ കേട്ട് കേട്ട് ഹൃദയം മടുത്തും തഴമ്പിച്ചും പോയാൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. വലിയ പദവിയായിരുന്നു ജൂഡസിന്. അത് പീറ്റർ അക്നോളജ് ചെയ്യാണ്. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി. ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചു. പക്ഷെ ഇപ്പൊ എന്തായി? He is damned. He is in hell. He couldn't complete the race. He couldn't finish the race. Praise the Lord. 18-ാം വാക്യം. അവൻ അനീതിയുടെ കൂലി കൊണ്ട്, നോക്കിക്കേ, അവൻ ചെയ്ത പ്രവൃത്തിയെ വിളിക്കുന്നത് അനീതിയുടെ കൂലി. ഒരു നിലം മേടിച്ചു, തല കീഴായി വീണ് നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അതെനിക്ക് ഒത്തിരി വിശദീകരിക്കേണ്ടതാണ്. കാരണം എവിടെ ഒരു ധ്വനിയുണ്ട്, അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. എന്നാൽ നമ്മൾ ഇത് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 27-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇതാര് വാങ്ങി ഈ നിലം എന്നുള്ളത് അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ തമ്മിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടോ? ഒരിക്കലുമില്ല. ഇവന് കൊടുത്ത ഈ പണം കൊണ്ട് ഇവൻ തിരിച്ചെറിഞ്ഞു. അതെടുത്ത് ഈ മത നേതാക്കന്മാര് ഈ വയലിൽ എന്ന് മേടിച്ചു. അത് ലൂക്കോസ് എഴുതുമ്പോൾ അവന്റെ പണമായതുകൊണ്ട് അവൻ്റെതായിട്ട് എഴുതി. അവിടെ ഞാൻ ഇനി നിൽക്കുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. കാരണം സമയം വളരെ മുന്നോട്ട് പോയല്ലോ. തലകീഴായി വീണ് നടുവേ പിളർന്ന് അവന്റെ കുടലെല്ലാം തെറിച്ചുപോയി. ഹി കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് മാത്യു പറയുന്നു. പക്ഷെ ആ കമ്പൊന്നിയിൽ ഒടിഞ്ഞതാണ്, അല്ലെ കയർ പൊട്ടിയതാണ്. ഹി ഫെൽ ഫ്രം എ ക്ലിഫ്. ദാരുണമായി മരിച്ചു. ആരാകേണ്ടവനാണ്? കർത്താവിന് വേണ്ടി രക്തസാക്ഷി ആകേണ്ടവനാ. എങ്ങനെ പോയി? 19-ാം വാക്യം. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ, അതായത് അരാമ്യ ഭാഷയിൽ, രക്തനിലം എന്ന അർത്ഥമുള്ള അക്കൽദാമ എന്ന പേര് ആയി. അവിടെയും ഞാൻ നിൽക്കുന്നില്ല. എന്നിട്ട് 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരണം. ആ 2 വാക്യങ്ങൾ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത കാൻഡിഡേറ്റിന്റെ 2 ക്വാളിഫിക്കേഷൻ അവിടെ കാണാൻ കഴിയും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകൾ ചിന്തിക്കാറുണ്ട് പൗലോസ് ആയിരിക്കും 12-ാമൻ, ഇവർ ഇച്ചിരി ധൃതി കാണിച്ചതാണെന്ന്. ഞാൻ അത് ആ നിലയിൽ മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് Peter was led by the Lord and Matthias was the right choice to be added to the 12. അതിന് ഒരുപാട് തെളിവുണ്ട്. സമയം ചുരുക്കത്താൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഈ 2 വാക്യം പെട്ടെന്ന് വായിച്ചു. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. യേശുക്രിസ്തുവിന്റെ പബ്ലിക് മിനിസ്ട്രി മുഴുവൻ വിറ്റ്നസ് ചെയ്ത ആളായിരിക്കണം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം പറഞ്ഞ ആളായിരിക്കണം. ആൻഡ് പോൾ ഈസ് നോട്ട് ക്വാളിഫൈഡ് ഫോർ ദാറ്റ്. അങ്ങനെയാണ് 2 പേരെ സെലക്ട് ചെയ്യുന്നത്. 23 മുതൽ അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർസബ എന്ന യോസഫ്, മത്തയാസ് എന്നീ 2 പേരെ നിർത്തി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ 2 പേർക്കും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. 2 പേരും വിശ്വസ്തരായി കർത്താവിനെ അനുഗമിക്കുന്നവരാണ്. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് ചീട്ടിട്ടു. അപ്പൊ പക്ഷെ നമുക്ക് ഇപ്പൊ പ്രാർത്ഥിച്ച ചീട്ട് വീട്ടിലിട്ടു, ഇവിടില്ല. ആത്മാവ് വന്നു കഴിഞ്ഞ് വി നെവർ സീ ദ പ്രാക്ടീസ്. അതൊരു പഴയ നിയമ പരിചയമാണ്. അല്ലാതെ ഇവിടെ ചീട്ടിടാൻ ആരും വരരുത്. വീട്ടിലിരുന്ന് ചീട്ടിട്ടു. ഇന്ന് നമുക്ക് വെളിയിൽ പോണോ വേണ്ടായോ? ഇന്ന് മഴ പെയ്യോ ഇല്ലയോ? യു പ്ലേ വിത്ത് യുവർ ചീട്ട്. പുതിയ നിയമത്തിൽ അതല്ല. ആത്മാവ് വന്നു കഴിയുമ്പോൾ വി ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പക്ഷെ അന്ന് ആത്മാവ് വരുന്നതിന് മുമ്പ് ഇതായിരുന്നു പരിചയം. ഇത് പഴയ നിയമത്തിലെ ഒരു പരിചയമായ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവരെന്നിട്ട് പ്രാർത്ഥിച്ചു. ചീട്ട് മത്തയാസിന് വീണു. 1-2 വാക്കുകൾ. മത്തയാസ് വിശ്വസ്തനായി നിന്നു. 12 പേരുടെ വേക്കൻസി കഴിഞ്ഞു. യേശു 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തു.
പക്ഷേ ഹി കണ്ടിന്യൂഡ് ഫെയ്ത്ത്ഫുള്ളി. മറ്റേ ആ മനുഷ്യൻ യോസഫും ഹി കണ്ടിന്യൂഡ് ഫെയ്ത്ത്ഫുള്ളി. സമയം വന്നപ്പോൾ ഉന്നതനായ ഒരുത്തൻ നീങ്ങി. പ്രതീക്ഷിച്ച് കാണില്ല, മത്തയാസിനെ രംഗത്ത് കൊണ്ടുവന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം, ഈവൻ ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാനിങ്. ലോക സ്ഥാപനത്തിന് മുൻപ് ദൈവം അത് കണക്ക് കൂട്ടിയതാണ്. ഇവിടെ ഇരിക്കുന്ന എനിക്ക് ചിലരോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, വിശ്വസ്തരായി ഇരുന്നാൽ ചിലർക്ക് ദൈവം ചില ഇടങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചില ആത്മീക ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് ദൈവത്തിന് ഉയർത്താൻ കഴിയും. അപ്പൊ പക്ഷേ മറ്റേ ആളിന് എന്തെങ്കിലും തോന്നത്തില്ലേ? അവന്റെ മേൽ ആത്മാവ് വരും, അവനും ഐകമത്യപ്പെട്ടിരിക്കുക, അവന് തോന്നത്തില്ല. അതാണ് അവന്റെ വലിപ്പം. ഓക്കെ, അവനെയാണ്, എന്റെ സഹോദരനെയാണ് ദൈവം ശുശ്രൂഷിച്ച് എടുത്തതെങ്കിൽ പ്രൈസ് ദ ലോർഡ് ഫോർ ദാറ്റ്. ഇനി മത്തയാസ് ഇത് നിമിത്തം പൊങ്ങിയതായിട്ടും ഇല്ല. ഹി ഓൾസോ മൈറ്റ് ഹാവ് ഹംബിൾഡ് ഹിംസെൽഫ്. അതാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെ 12 പേര് അവരെ പൂർത്തീകരിച്ചു. അത് ആവശ്യമായിരുന്നു. നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ധ്യാനം നിർത്തുകയാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം? വി ആർ പ്രിപ്പയറിംഗ് ടു റിസീവ് പവർ. എന്ത് നടന്നു? ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന, ഒരു മനസ്സോടെയുള്ള ആരാധന, ദൈവവചന ധ്യാനത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു. 12-ാമനെ സഭയിൽ എടുത്ത് ക്രമീകരിക്കുക എന്നത് തിരുവെഴുത്തിൻ പ്രകാരം ആവശ്യമായിരുന്നു. അവരത് ചെയ്തു. ഈ ദീർഘസമയം 10 ദിവസം ഒരു പ്രാർത്ഥനയിലിരുന്നു. ഇതുപോലെ നമ്മൾ ഇരിക്കുമ്പോൾ ക്രമീകരണങ്ങൾ വചനപ്രകാരം കൊണ്ടുവരണം. അതിനാണ് ഇത്രയും ദൈർഘ്യ ദിവസങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ 2:1 മുതൽ 4 വരെ പെട്ടെന്ന് കൊടിയ കാറ്റിന്റെ ശബ്ദം, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ്, ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്തതുപോലെ അന്യഭാഷകളിൽ അവർ സംസാരിച്ച് തുടങ്ങി. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്കും കാത്തിരിപ്പ് യോഗത്തിന് വരാൻ ആവേശം തരണമേ. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം ഒരു കാത്തിരിപ്പിന്റെ മാളിക മുറി അനുഭവമായി മാറട്ടെ. അപ്പനും മക്കളും, അപ്പനും കുടുംബം, വൈഫും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഇരുന്ന് പ്രാർത്ഥനയും ദൈവത്തെ ധ്യാനിക്കുകയും ആരാധനയും എന്തെങ്കിലും ഭൗതിക കാര്യം കിട്ടാനല്ല. കർത്താവേ, വാക്തത്തമാം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ ആത്മപകർച്ചകൾ നടക്കും. കുടുംബങ്ങളിൽ നടക്കും. ഒരു സ്പെഷ്യലിസ്റ്റിനെയും നിങ്ങൾ ഇറക്കേണ്ട കാര്യമില്ല. ദൈവസഭയിൽ നടക്കും. ഇന്ന് പകലും നിങ്ങൾ അതൊന്ന് ആഗ്രഹിക്കാൻ, ഒരു പ്രായം കഴിഞ്ഞാൽ വലിയ പാടാ. എന്നാൽ ഇതൊന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ വായൊന്ന് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒന്ന് സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒന്ന് തയ്യാറായിക്കട്ടെ. We need the power of God. There is a promise. ആ പ്രോമിസിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി കൊടുത്ത് ഒന്ന് ഡിസയർ ചെയ്താൽ നമ്മുടെ മേൽ ആത്മാവിനെ തരാൻ യേശു വിശ്വസ്തനാണ്. അവിടുന്ന് വാക്ക് പറഞ്ഞേച്ച് മാറുന്നവനല്ല.